അതെ അതെ അയാൾ എൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തു. ഇതുവരെ അതിൻ്റെ ഒരു സമൻസ് പോലും വന്നില്ല. റോഡ് തടസ്സപ്പെടുത്തിയതിന് തട്ടിക്കയറി എന്ന് പറഞ്ഞിട്ട് പൊതുഗതാഗതം ഇവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഞാൻ വിളിച്ചാൽ പിന്നെ ഒരു ടൈമിൽ ഡിസിപ്ലിൻഡായിട്ട് പക്ഷെ നമുക്ക് ഇന്നൊരു സെറ്റിൽ കേരളത്തിൽ നമുക്കൊരു സമയവും നമുക്ക് ഒരുമിച്ച് ചികിത്സിക്കാൻ അല്ല ഞാൻ പറഞ്ഞതല്ല, ഇവിടെ ഈ സമൂഹത്തിലുള്ള പൊതു ചർച്ചയുടെ ഭാഗമാണ് അതൊക്കെ. നമ്മളുടെ ഇവിടെ ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തിനകത്തുള്ളതാണ്. അതൊന്നും എൻ്റെ തലയിൽ വെക്കരുത്. കാരണം ഞാൻ നടത്തിയിട്ടുള്ള ആരുമായിട്ടെങ്കിലും സംസാരിച്ചാൽ അതിൻ്റെ രഹസ്യ സ്വഭാവം ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഈ കാര്യത്തിനകത്ത് അങ്ങനെ രഹസ്യ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങളില്ല. ഇതെല്ലാം വളരെ ഓപ്പണാണ്. അവരെ എഴുതി തന്ന റിട്ടൺ ആയിട്ടുള്ള അവരുടെ ചാർട്ടർ ഓഫ് ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡിനകത്ത് ഞങ്ങൾക്ക് കൺസീഡ് ചെയ്യാവുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞു. അത് കൺസീഡ് ചെയ്തോട്ട് കാര്യം തീരുകയും ചെയ്തു. ബ്രിട്ടാസ് എന്ന് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പൊ ജോൺ മുണ്ടക്കയം തിരുവനന്തപുരത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെന്ന ലൈനിലാണ് ആൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എങ്ങനെയാ ശരിക്കും സമരം ചെയ്ത പ്രവർത്തകരെ LDF ഉം UDF ഉം ചേർന്ന് മണ്ടന്മാരാക്കി എന്നൊന്നും പറയരുത്. ഈ 11 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി ആരാ മണ്ടൻ ആരാ മിടുക്കൻ നമുക്ക് തീരുമാനിക്കുന്നത് ശരിയാണ്. ഒന്നുമല്ല, അതൊന്നുമല്ല. ഒരു സമരരംഗത്ത് ചെല്ലുമ്പോൾ സമര രീതികളാണ്. ആ സമര രീതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ആളാണോ ഇല്ലയോ എന്നുള്ളത് സമരം നടത്തുന്നവരാ തീരുമാനിക്കുന്നത്. അതൊക്കെ വേറെ പ്രശ്നങ്ങളാണ്. ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നേ ഉള്ളൂ, ആ സമരം തീർന്നല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ആ സമരം തീർന്നത് നന്നായി. ആ സമരം മാത്രമല്ല, എന്തൊക്കെയാണ് വരുന്നത്, അന്ന് രാവിലെ ക്യാബിനറ്റ് കൂടാൻ സമ്മതിക്കില്ല, അവിടെ ഒരാളിനെ ഈച്ചയെ പോലും അകത്ത് കയറ്റുകയില്ല, ഇതൊക്കെയല്ലേ പറഞ്ഞത്. അന്ന് ക്യാബിനറ്റ് 9 മണിക്ക് കൂടിയല്ലോ. ഞാനും മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ഒരുമിച്ചാണ്, ഒരേ വണ്ടിയിലാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ വന്നിറങ്ങിയത്. ഒരു തടസ്സം ഉണ്ടായില്ലല്ലോ. ഒരു വാക്കൂടെ കേൾക്കൂ. എല്ലാ മന്ത്രിമാരും ക്യാബിനറ്റിൽ പങ്കെടുക്കേണ്ട മുഴുവൻ മന്ത്രിമാരും അതിനകത്ത് പങ്കെടുത്തല്ലോ, ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അപ്പോൾ അവർ സമരം വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്, ഭരണം അതിൻ്റെ ഇപ്പുറത്ത് വേറെയുണ്ട്. അല്ല, അന്ന് തലേദിവസം പോലും പറഞ്ഞിരുന്ന എല്ലാ ഗേറ്റുകളും ഉപരോധിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ സമരം തുടങ്ങുന്ന അന്ന് രാവിലെയാണ് ആ തീരുമാനത്തിൽ നിന്ന് LDF പിന്നാക്കം പോകുന്നത്. പിന്നീട് ആ ഗേറ്റിലൂടെ മന്ത്രിമാരകത്ത് കയറുന്നൊക്കെ അങ്ങനെയാണ്. അപ്പൊ തന്നെ ഈ സമരം ആ തലം തുടങ്ങിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് അല്ലല്ലോ, അത് നിയമവും പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ. അവിടെ കണ്ടോൺമെന്റ് ഗേറ്റിന്റെ തൊട്ട് മുമ്പ് ഇവിടെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 144 പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ വേറെ ആർക്കും പ്രവേശനം, അവർ അനധികൃതമായിട്ട് കൂട്ടം ചേരാൻ പറ്റുകയില്ല, അവിടെ ജാഥ നടത്താൻ പറ്റുകയില്ല, ഗേറ്റ് വിക്കറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഞങ്ങൾ അവരുമായിട്ട് നേരത്തെ സംസാരിച്ചു. ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 4 ഗേറ്റും പിക്കറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 4 ഗേറ്റും പറ്റില്ല, നിങ്ങൾക്ക് സമരം നടത്താൻ 3 ഗേറ്റ് നിങ്ങൾക്ക് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സമരം നടത്താം. പക്ഷേ കണ്ടോൺമെൻറ്റ് ഗേറ്റിനകത്ത് വരികയും പോവുകയും ചെയ്യും ആളുകൾ, അവരെ തടയാൻ സാധ്യമല്ല, അത് ഗവൺമെൻറ് വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. കണ്ടോൺമെന്റ് ഗേറ്റ് തുറന്നിട്ടു. അതറിയാമല്ലോ, പഴയ ചരിത്ര ഫയലിലെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയുള്ളൂ. സമരത്തിന് മുമ്പ് സമരം നടത്തുന്നതിനെ കുറിച്ച് അവർ തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് പൂർണ്ണമായി നിശ്ചലമാക്കും എന്ന് പറഞ്ഞു. ചർച്ചയല്ല, ഞാൻ പറഞ്ഞല്ലോ ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഇപ്പോഴും അല്ല, വിധി പ്രാബല്യത്തിലുണ്ട്. ആ വിധിക്കകത്ത് പുന്നൻ റോഡിൽ കൂടിയുള്ള പ്രവേശനം, അതാണ് ഈ കണ്ടോൺമെന്റ് ഗേറ്റ് എന്ന് പറയുന്നത്. ആ കണ്ടോൺമെന്റ് ഗേറ്റ് തടയാൻ പറ്റില്ല, അവിടെ 5-ൽ കൂടുതൽ ആളുകൾക്ക് കൂട്ടം കൂടാൻ പറ്റില്ല. ആ നിയമം ഇപ്പോഴും നിലവിലാണ്. ഞങ്ങളത് കർക്കശമായിട്ട് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ അവരോട് അത് സമരം തീർക്കുന്നതിനേക്കാൾ രണ്ടും 2 ഇഷ്യൂ ആണ്. ഒന്ന് സമര രീതിയെ കുറിച്ചാണ് അവരുടെ സംസാരം. ആ സമര രീതിയെ കുറിച്ചുള്ള ചർച്ചയിൽ ഇത് ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞു. ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം അവിടെ ഏത് സമരം നടത്താനും കണ്ടോൺമെന്റ് ഗേറ്റ് ഓപ്പൺ ആണ്. അവിടെ ആളുകൾക്ക് വരികയും പോവുകയും ചെയ്യാനുള്ള അധികാരമുണ്ട്.
അത് നമുക്ക് തടയാൻ പറ്റുകയില്ല. മറ്റ് 3 ഗേറ്റ് അവർക്ക് അവരുടേതായ രൂപത്തിൽ സമരം നടത്താൻ, അവിടെ വടക്കേ ഗേറ്റുണ്ട്, തെക്കേ ഗേറ്റുണ്ട്, ഇവിടെ YMCAയുടെ പടിക്കലുള്ള ഗേറ്റുണ്ട്. ആ 3 ഗേറ്റിനും അവർക്ക് തടയുന്നതിനൊരു വിരോധമില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിന് വിട്ടുവീഴ്ചയില്ല. അതാണ് പറഞ്ഞത്, അതാണ് തുടക്കം മുതലുണ്ടായത്. അതവർ തടഞ്ഞുമില്ലല്ലോ. ഈ NK പ്രേമചന്ദ്രൻ അടക്കമുള്ള ഒരു ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു. പ്രേമചന്ദ്രൻ ആണ് അന്ന് LDFന്റെ നിവേദനം ഞങ്ങൾക്ക് തന്നത്. ആ നിവേദനത്തെ അതാ ചാർട്ട് ഓഫ് ഡിമാൻഡ് എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് ഞാനത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ ചാർട്ട് ഓഫ് ഡിമാൻഡ് അദ്ദേഹമാണ് ഞങ്ങൾക്ക് തന്നത്. അത് ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾക്ക് ചെയ്യാവുന്ന രൂപത്തിലുള്ള ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പക്ഷേ കേരള മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാൽ ആർക്കെങ്കിലും തലവിളിക്ക് കൊടുക്കാം. ഒന്നാം ഡിമാൻഡ് അതായിരുന്നു. ഒന്നാമത്തെ ഡിമാൻഡ് അതായിരുന്നു. അത് പോട്ടെ, കാലമൊക്കെ കഴിഞ്ഞില്ലേ. അവര് ഉന്നയിച്ച ഡിമാൻഡുകൾ ഒന്നും അത് അനുവദിച്ചു കൊടുക്കാതെയാണ് സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചത്. അല്ലല്ല, ഹൈക്കോടതി സമ്മതിച്ചാൽ മാത്രമേ സാധ്യമാവുള്ളൂ. അന്ന് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അത് വേണമെന്നായിരുന്നു. അത് വേറെ പ്രശ്നം. പക്ഷേ സിറ്റിംഗ് ജഡ്ജിയൊക്കെ കിട്ടിയിട്ട് ഹൈക്കോടതി പെർമിറ്റ് ചെയ്യണ്ടേ? അല്ലാതെ ഞങ്ങൾ എങ്ങനെയാ സിറ്റിംഗ് ജഡ്ജിയൊക്കെ? പക്ഷെ അവര് ഒരു ഡിമാൻഡ് അംഗീകരിക്കാതെ തന്നെ സമരം നിർത്തി. അത് താങ്കളുമായി നടത്തിയ ചർച്ചയിലാണ്. അതല്ല, ഒരു ഡിമാൻഡ്, അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മൾ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട. ഞാൻ ഈ 10 കൊല്ലം ആരെയെങ്കിലും അപമാനിക്കാൻ വേണ്ടി ഞാൻ ഈ കാര്യങ്ങൾ പറയുകയില്ല. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ചർച്ചയിൽ പങ്കുണ്ടായിരുന്നതായി താങ്കൾ പറയുന്നു. ഏതാണ് പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചയിൽ ജോൺ ബ്രിട്ടാസിന് പുറകിൽ നിന്നതായി താങ്കൾക്ക് മനസ്സിലായിരുന്നു? ഇല്ലില്ല, പ്രത്യക്ഷത്തിൽ പിണറായി വിജയൻ ചർച്ചയ്ക്കൊന്നും വന്നിട്ടില്ല. ഒരു ചർച്ചയ്ക്ക് വന്നിട്ടില്ല. പരോക്ഷമായി അതെനിക്കറിയില്ലല്ലോ. പിണറായി വിജയന്റെ കൺസെന്റ് ഇല്ലാതെ ഈ സമരം തീരുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അതൊക്കെ അനുമാനങ്ങളാണ്. അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമാനമല്ലല്ലോ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ അവിടെ സമരം നടക്കുമ്പോ വേറെ ആരെങ്കിലും ചർച്ച എടുത്തിട്ട് എണീറ്റ് പോകാൻ പറഞ്ഞാൽ CPM സംസ്ഥാനത്തിന് എണീറ്റ് പോയില്ലല്ലോ. അദ്ദേഹത്തിന്റെ കൃത്യമായ കൺസെന്റും അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടിയാണ് ഈ ചർച്ച നടന്നതെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റും? ഞാൻ അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയില്ല. അതൊക്കെ അനുമാനങ്ങളാണ്. ഈ സംശയങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുമാനങ്ങൾക്കൊന്നും വാക്ക് കൊടുക്കണ്ടല്ലോ. ആരുമായിട്ടാണ് ചർച്ച എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരാവുന്ന പ്രശ്നമല്ലോ. ആരുമായിട്ടാണ് ചർച്ച നടന്നതെന്നുള്ളത് പറഞ്ഞല്ലോ, സംസാരിച്ചല്ലോ. അവർ ചാർട്ട് ഓഫ് ഡിമാൻഡ് തന്ന കാര്യം പറഞ്ഞല്ലോ. അതിനുശേഷം സമരം വന്നതിന് ശേഷം സമരത്തിന്റെ ഒരു സന്ദർഭത്തിലാണ് വിളിക്കുന്നത്. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. അവരാണ് ആദ്യം വിളിച്ചത്. അതെ, ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് വിളിച്ചു. ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലോ. എന്തിനാണ്? ഒരു സിറ്റുവേഷൻ സേവ് ചെയ്യുന്നതിന് വേണ്ടി സത്യം പറഞ്ഞാൽ ഒരു ഭരണകൂടം ചെയ്യേണ്ട നടപടികളുണ്ട്. ആ നടപടികളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ചെറിയാൻ ഫിലിപ്പും ജോൺ ബ്രിട്ടാസിന്റെ താല്പര്യം കൊണ്ടും മാത്രമാണ് ഈ സമരം അവസാനിച്ചത്. എന്തെന്നും പറയാൻ പറ്റുമോ? പക്ഷെ ഞാനത് പറഞ്ഞെന്ന് പറയരുത്. ഞാനങ്ങനെ പറയുന്ന അതായത് ഈ 2 ക്യാമ്പിലുള്ള മുതിർന്ന ആളുകൾ, താങ്കളുടെ സീസണിലുള്ള ആൾ വരെ ഇതിനെ കുറിച്ച് ഒരു കാര്യം രഹസ്യമായി സൂക്ഷിക്കുമ്പോൾ 2 മുന്നണിക്കും വിൽക്കാത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് രഹസ്യമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വരില്ലേ? എന്ത് അഡ്ജസ്റ്റ്മെന്റ്? 11ാം വർഷത്തിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിച്ചു. 11ാം വർഷത്തിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം, എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അതിനുശേഷം ഈ 11 കൊല്ലത്തിനോടിടയിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയത്? നിങ്ങളൊക്കെ നല്ല പ്രശസ്തരായിട്ടുള്ള ഒരു ജേർണലിസം ഉള്ള ആളുകളിലെ ഈ 11ാം കൊല്ലത്തിന്റെ അവസാനത്തിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്? പക്ഷെ 11 കൊല്ലം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആ നടന്ന സംഭവം ഇല്ലാതാവുന്നില്ലല്ലോ. ആവില്ലല്ലോ. അതുകൊണ്ടല്ല ഇന്നലത്തെ പോലെ ഓർത്തിരിക്കുന്നത്. അതാണ് ചോദിക്കുന്നത്. ഈ ജോൺ ബ്രിട്ടാസ് LDF നേതാക്കളുടെ സന്ദേശവുമായി താങ്കളെ വിളിച്ചതല്ലേ? ഏതായാലും ഒരു കാര്യം വിചാരിച്ചോളൂ, ആ പറഞ്ഞിട്ടുള്ള വർത്തമാനത്തിൽ നിന്ന് ആരും നെഗറ്റീവായിട്ട് പറഞ്ഞില്ല. എല്ലാവരും പോസിറ്റീവായി എടുത്തു. എല്ലാവരും ഭംഗിയായി തീർന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോണം. സത്യത്തിൽ ഈ സമരം തീർന്നതോടുകൂടി സംസ്ഥാന സർക്കാർ അന്ന് പറഞ്ഞിടത്താണോ സമരം തീർന്നത്? ആണോ? സംസ്ഥാന സർക്കാർ പറഞ്ഞിടത്തൊന്നല്ല. സംസ്ഥാന സർക്കാരിന്റെ ഒരു വളരെ ശക്തമായ നില, സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കമെന്ന് പറയണ്ട, അതിനകത്ത് ഒരു മുഖ്യമന്ത്രിയെ ശ്വാസം മുട്ടിപ്പിച്ച്
അധികാരത്തിൽ നിന്ന് പുറത്തിറക്കുന്നതിന് വേണ്ടി എന്ത് ശ്രമമുണ്ടായാലും ഞങ്ങൾ അതിനോട് യോജിക്കുകയില്ല. അത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ഒരു നല്ല മുഖ്യമന്ത്രി അല്ല, സമരം തീർന്നത് സർക്കാരിന്റെ തീരുമാനം അതായത് ആ നിലപാട് ശരിവെച്ചുള്ളതായിരുന്നു അല്ലേ? എങ്ങനെ? അതായത് സംസ്ഥാന സർക്കാർ എന്ത് പറഞ്ഞു അതിന് അവസാനം LDF വരേണ്ടി വന്നു. ഞങ്ങൾ ഏതായാലും അവസാനം ഇതെല്ലാം പറഞ്ഞ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായല്ലോ. എവിടെയാ നിൽക്കുന്നത്, വേർ വി ആർ, അത് നിങ്ങൾക്കും മനസ്സിലായി, നമുക്കും മനസ്സിലായി. അവർ തന്ന ചാർട്ടർ ഓഫ് ഡിമാൻഡ് അതിനകത്ത് ജുഡീഷ്യൽ അന്വേഷണം ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്തു. അത് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പിന്നെ വലിയ കാര്യമായ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇതിൽ സന്തോഷമായിരുന്നു തീർന്നപ്പോ. ഏതാ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇത് ഇങ്ങനെ തീർന്നപ്പോ സന്തോഷമായിരുന്നു. ഞാനായിട്ട് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല. എന്നാലും സന്തോഷം ഉണ്ടാവില്ലേ? അല്ല, നമ്മൾ രാഷ്ട്രീയ മാന്യതയല്ലേ ഏറ്റവും പ്രധാനം. ഈ അന്ന് അങ്ങനെ മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. പിന്നീട് കോടതികളും അതുപോലെ നിയമങ്ങളും അന്വേഷണങ്ങളൊക്കെയും അതൊന്നുമല്ല എന്ന് പറഞ്ഞല്ലോ. ഈ രാഷ്ട്രീയ മാന്യത എല്ലാവർക്കും ബാധകല്ലേ? കൊടുത്ത കൊല്ലത്തിൽ കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? ഈ രാഷ്ട്രീയ മാന്യത രാഷ്ട്രീയ മാന്യത വേണം എന്ന് നമ്മൾ പറയാൻ കാരണം ഈ രാഷ്ട്രീയ മാന്യത കൊണ്ട് മാത്രമാണോ താങ്കൾ പിണറായി വിജയന്റെ പേര് പറയാത്തത്? അല്ല, അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ട ചില മര്യാദകളും മാന്യതകളും ഒക്കെ അതുകൊണ്ടാണ് നമുക്ക് പൊളിറ്റിക്സിനകത്ത് നമ്മളുടെ അടുപ്പമുള്ളവരുണ്ടാകും, ശത്രുക്കളുണ്ടാകും, എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുണ്ടാകും, ശക്തമായി വിമർശിക്കുന്നവരുണ്ടാകും. പക്ഷെ നമ്മൾ എന്താണ് നമ്മളത് തീരുമാനിക്കേണ്ടത്. നമുക്ക് ഏത് പരിധി വരെ പോകാൻ പറ്റും എന്നതിനെ കുറിച്ച് തീരുമാനം ഉണ്ടാകും നമുക്കാണ്. അന്ന് ഉമ്മൻചാണ്ടി മാത്രമല്ല ഇതിൽ ആക്രമിക്കപ്പെട്ടതിൽ പ്രധാന ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ അടുത്ത ആളാരാണെന്ന് ചോദിച്ചത് ഞാൻ തന്നെയായിരുന്നു. എനിക്കൊരു സംശയമില്ല. ഏതായാലും എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നത് സന്തോഷകരല്ലേ? ആണല്ലോ, ഞാൻ തന്നെയായിരുന്നു. എന്നോട് തന്നെ സംസാരിച്ചു എന്ന് പറയുന്നത് സന്തോഷകരല്ലേ? എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. പാർട്ടിക്ക് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചപ്പോഴാണ് കൂടിക്കാഴ്ചയ്ക്ക് അവർ തയ്യാറായതെന്നാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം കൂടി പറയാം. തിരുവഞ്ചൂരിന്റെ സ്ക്രിപ്റ്റ് മുണ്ടക്കയം പറഞ്ഞതാണെന്നാണ് രണ്ടാമത് പറയുന്നത്. ഇതില് താല്പര്യം ഇപ്പൊ അവര് പറയുന്നത് ക്ലിയർ ആണ്. നിങ്ങൾ എത്ര തിരുവഞ്ചൂർ എത്ര ഒഴിഞ്ഞു മാറിയില്ല, അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നതാണ് പിന്നെ ഇന്നിപ്പോ ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താ സമരം തീർക്കാതെ അവർ തുടരാതിരുന്ന കാര്യം എന്താ? ഈ പറഞ്ഞാണെങ്കിൽ അത് നാച്ചുറൽ സീക്വൻസ് എന്താ? ഞങ്ങൾ പറഞ്ഞു, പക്ഷെ അവർ സമ്മതിച്ചില്ല. പിന്നെ എന്താ അവർ സമരം തുടരാതിരുന്നത്? ഞാനിതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആ സമരത്തെ പറ്റിയിട്ട് എന്താ? പിന്നെ സ്ക്രിപ്റ്റും ഡയലോഗും ഒക്കെ എൻ്റെ ചുമതലയില്ല. അതൊക്കെ സിനിമയ്ക്കകത്താണ്. ഞാനൊരു സിനിമാക്കാരനൊന്നുമല്ല. നമ്മൾ സ്ക്രിപ്റ്റും ഡയലോഗും നോക്കി നടക്കില്ല. നമ്മളെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ആളുകളാണ്. സംശുദ്ധിയോടുകൂടി കാര്യങ്ങളെ കാണുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും എനിക്ക് ശരി ഉത്തരവുണ്ടെങ്കിലും ഞാൻ അതിനകത്ത് ആളുകളെ ആക്ഷേപിക്കാൻ കഴിയാത്ത. ജോൺ മുണ്ടക്കയവുമായി പിന്നെ സോളാർ ചർച്ച നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാവന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെട്ടത്. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. മുണ്ടക്കയത്തെ ബന്ധപ്പെട്ടിട്ടില്ല. തിരുവഞ്ചൂർ തുടർച്ചയായി ബന്ധപ്പെട്ടു. ഇതൊക്കെ ഇന്ന് ജോൺ ബ്രിട്ടാസ് ഇതിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി അങ്ങേ പ്രതിസ്ഥാനത്ത് നിർത്തി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ കുറച്ച് യാഥാർത്ഥ്യമാണ്. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് അന്ന് കൈരളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളല്ലേ. അത് മാത്രമേ എനിക്ക് രണ്ടാമത്തോണ്ട് ബ്രിട്ടാസ് ആ കൈരളിയുടെ ചീഫായിരുന്നില്ലേ? ചീഫായ ബ്രിട്ടാസ് ചെറിയാൻ ഫിലിപ്പിന്റെ ആ കൈരളിയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എന്നോട് ഈ ഒത്തിരി ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എവിടെ ഇത് ആരംഭിച്ചു എന്നുള്ളത് തിരുവഞ്ചൂര് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്കാണോ വിളിച്ചത്? അവിടെ നിന്ന് ഇങ്ങോട്ടാണോ വിളിച്ചത്? എവിടെയാണ് തുടങ്ങിയത്? അങ്ങനെ ചോദിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളം കണ്ട ഏറ്റവും ശക്തമായ സമരം, വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്ന സമരം. ആ സമരം സ്വിച്ച് ഇട്ടാൽ പിന്നെ ലൈറ്റ് കെടുന്നത് പോലെ ഒറ്റ സെക്കൻഡിൽ അവസാനിക്കുകയാണ്. ആ അവസാനത്തിനുള്ള നിഗൂഢത എന്താണെന്ന് ജനം അറിയണം. മാത്രമല്ല, കേരളത്തിൽ ഇങ്ങനെ പല മഹാത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊന്നായിട്ട് ഇതങ്ങ് കൂട്ടിയാൽ മതി. ഒത്തിരി മഹാത്ഭുതം നടന്നിട്ടുണ്ട്. അതിലൊന്നായിട്ട് കൂട്ടിയാൽ മതി. ഒരു കാര്യം ഉറപ്പാണ്, അവർ തന്നെ ഞാൻ അവരെ ഒന്ന് പ്രതിക്കൂട്ടിൽ കയറ്റുന്നില്ല. അവരവരുടേതായ തീരുമാനങ്ങൾ പറയുന്ന അവരുടേത് മാത്രമായ ചിന്തയിലായിരിക്കണമെന്നുമില്ല. പക്ഷേ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണല്ലോ സംസാരിച്ചത്. പിന്നെ ഞാൻ KSU പ്രസിഡന്റ്, ചെറിയാൻ സെക്രട്ടറി ആയിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തനം നടത്തിയ
ആ ചെറിയാന്റെ ഫോണിൽ ഞാൻ വിളിച്ചു എന്നുള്ളൂ, ചെറിയാൻ എന്നെ വിളിച്ചു എന്നുള്ളൂ ഒരു വാർത്തയേ അല്ല. ഈ വിഷയത്തിൽ വാർത്തയാണ് ഒരു വാർത്തയേ അല്ല. ചെറിയാൻ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ ചെറിയാനെ ഈ വിളിക്കാറുണ്ട്. വിഷയത്തിൽ വിളിച്ചോ എന്നുള്ളൂ. അങ്ങോട്ടോ പറഞ്ഞത് ഇങ്ങോട്ട് വിളിച്ചു എന്നാണ്. അങ്ങനെ ചെറിയാൻ ഫിലിപ്പ് ഇങ്ങോട്ട് വിളിച്ചു എന്നാണ് അങ്ങിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞത്. അതല്ല, തിരിച്ചാണ് പറയുന്നത്. ചെറിയാനുമായിട്ടുള്ള എന്റെ ബന്ധം വളരെ അല്ല, അത് വിഷയമല്ല. ഞങ്ങൾ ചെറിയാനെ അനിയ എന്ന് തന്നെയാ വിളിക്കുന്നത്. നമ്മുടെ തർക്കത്തിലേ ഉള്ളൂ. അതായത് ചെറിയ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു എന്നാണ് അങ്ങ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഇതിൽ പ്രധാന കക്ഷിയായ ജോൺ ബ്രിട്ടാസ് പറയുന്നത് ചെറിയ ഫിലിപ്പിനെ, അതായത് അങ്ങ് അവരെ ബന്ധപ്പെട്ടു എന്നാണ്. ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയൊരു സമരമായിരുന്നു. ഈ സമരം എങ്ങനെ തീർന്നു? ഇത് ഒരു അട്ടിമറി, ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്നത് അങ്ങോട്ട് വിളിക്കണമെങ്കിൽ വിളിക്കേണ്ട സമയം എവിടെയാണ്? തിരുവനന്തപുരത്ത് എല്ലാവരും കൂടെ ഒന്ന് കൂടാരടിച്ച് ഇവിടെ വന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലും അവിടെ ഈ തൊട്ടിപ്പുറത്തെ പോലീസ് സ്റ്റേഡിയത്തിലും ക്യാമ്പ് അടിച്ച് ബേക്കർ ജംഗ്ഷൻ്റെ അവിടെ മുഴുവൻ ആളുകൾ വന്ന് നിരന്നതിന് ശേഷം വിളിക്കേണ്ടത് അപ്പോഴല്ലല്ലോ. വിളിക്കേണ്ട സന്ദർഭം സമരത്തിന്റെ ആരംഭത്തിലില്ലേ? സമരത്തിന്റെ ആരംഭത്തിലാണ്. ആ സമരം എങ്ങനെയാണ്? എല്ലാ സ്ഥലത്തു നിന്നും കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ മുഴുവൻ സ്വീകരണം കൊടുത്താണ് ഇവരെ വിടുന്നത്. യാത്രയെ രക്തഹാരം അണിയിച്ച് അമ്മയെ ഞങ്ങൾ പോകുന്നു എന്നൊക്കെയായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഇവിടെ വിളിച്ചില്ല മുദ്രാവാക്യം. എങ്ങോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത്. അവർ പോകുന്നു എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് അന്തിമ സമരത്തിന് അവരിറങ്ങിയതായിരുന്നു എന്നുള്ളത് അവരുടെ മുദ്രാവാക്യത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കുന്നു. അപ്പോൾ ഒരു സമരം തീർക്കണമെന്ന് ഒരിക്കൽ അങ്ങോട്ട് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടി വന്നാൽ എടുക്കേണ്ടി വരും, അത് വേറെ പ്രശ്നം. അങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എങ്കിൽ എപ്പോഴാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്? ഇതിൻ്റെ തുടക്കത്തിൽ വേണം. ഇത് തിരുവനന്തപുരത്ത് വന്ന എല്ലാവർക്കും താമസമായി അവിടെ ആളുകൾക്ക് തന്നെ ഉള്ള ആളുകൾക്ക് തന്നെ ശുചിത്വത്തോടു കൂടി ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ പുതുതായി ആളുകൾ വന്ന് ഹ്യൂമൻ നെസസിറ്റീസ് പോലും നടത്താൻ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിലെത്തിച്ച് അങ്ങനെ ശ്വാസം മുട്ടുന്ന സമയത്താണോ നമ്മൾ വിളിക്കേണ്ടത്? അങ്ങനെ ഉണ്ടല്ലോ. ഒരു കാര്യം, അതായത് അന്ന് ക്യാബിനറ്റ് നടന്നു, അതിനുശേഷം പിന്നീട് സെക്രട്ടേറിയറ്റ് അവധി പ്രഖ്യാപിച്ചു. 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. അത് സ്വാഭാവികമായി LDF-നെ സമ്മർദ്ദത്തിലാക്കി. ആ സമ്മർദ്ദത്തിൽ ആയ സമയത്ത് ഈ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനായി LDF നേതാക്കൾ താങ്കളെ ബന്ധപ്പെട്ടതാണോ? അല്ല, കേൾക്കൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനു മുമ്പുണ്ടായ ചില സംഭവങ്ങൾ കൂടിയുണ്ട്. ഇവിടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ക്യാമ്പസും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഓഫീസുകളും പൂർണ്ണമായി പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ട് നിറച്ചിരുന്നു. തൊട്ടിപ്പുറത്തുള്ള സംസ്കൃത കോളേജ്, സംഗീത കോളേജ്, സംസ്കൃത കോളേജ്, ആ കോളേജിനകത്തും പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ട് നിറച്ചിരുന്നു. സംഗീത കോളേജ് പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ട് നിറച്ചിരുന്നു. ഞാൻ ചോദിച്ചതെല്ലാം ഉത്സാഹത്തോടു കൂടി ചെയ്തു. പക്ഷേ സമരത്തിൻ്റെ ദിവസം രാവിലെ അതിനെ അവർക്ക് പോകാൻ പോലും പറ്റിയില്ല. ഞങ്ങൾ പ്രിൻസിപ്പലിനോട് പറഞ്ഞു, പ്രിൻസിപ്പൽ ഇതിനോട് സഹകരിക്കണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പൽ സഹകരിച്ചു. അതോടുകൂടി അവർ മറ്റ് നടപടികളിലേക്ക് പോകേണ്ടി വന്നില്ല. പക്ഷേ അവിടെ ശേഖരിച്ച് വെച്ചിരുന്ന ആയുധങ്ങളും മറ്റുപകരണങ്ങളും അതെല്ലാം ഒരു 7 ലോറിക്കകത്ത് കയറ്റിയാണ് പോലീസ് കൊണ്ടുപോയത്. അതൊക്കെ ഒരു സമരം നേരിടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്. സമരം ചെയ്യാൻ വേണ്ടി അവർ അത്രയൊക്കെ ചെയ്തിട്ടും ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ അവർ കുറേ നടപടികളെടുത്തു, ഞങ്ങൾ കൊടുത്ത കൗണ്ടർ നടപടികളെടുത്തു. അതിങ്ങനെ മുന്നോട്ട് പോയി. അതെ, ആ കൗണ്ടർ നടപടികളിൽ പ്രതിസന്ധിയിലായ ശേഷം അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി താങ്കൾ LDF നേതാക്കൾ അല്ല, അത് ഏത് ഘട്ടത്തിലാണ് അവസാനിക്കുന്നത്? ഏത് ഘട്ടത്തിൽ? ഒരു വലിയ ബഹളത്തിന്റെ മധ്യത്തിലാണോ? അല്ലല്ലോ. ശാന്തമായി നിന്നിടത്ത് അവര് പോയതല്ലേ. അപ്പൊ പിന്നെ ഞങ്ങൾക്കല്ല ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്, ഞങ്ങളല്ലല്ലോ. അവരണിനിരന്നല്ലോ. അന്നത്തെ ഫോട്ടോസ് നിങ്ങൾ ഓർക്കുമെങ്കിൽ അറിയാം. അവര് ഫുള്ളായിട്ട് അവിടെ അണിനിരന്നല്ലോ. ബേക്കർ ജംഗ്ഷനിൽ അവിടെ ഒരു പൂഴി മണ്ണ് നിലത്ത് വീഴാത്ത വിധത്തിലുള്ള ആളുകളെ എല്ലാം കൊണ്ട് അണിനിരത്തിയിരുന്നു, എല്ലാം ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ ആ സമയത്താണോ ഞങ്ങൾ സംസാരിച്ചാൽ അവരുടെ ഏറ്റവും വലിയ ബാർഗൈനിങ് കപ്പാസിറ്റി നിൽക്കുന്ന ഒരു സമയമാകാൻ സാധ്യതയില്ലേ? എന്തിനാ ഞങ്ങൾ പറയുന്നത്? ആ സമയത്ത് പന്ത് നിങ്ങളുടെ കോർട്ടിലായിരുന്നു. അല്ല, എല്ലാ കാലത്തും ഞങ്ങളുടെ കോർട്ടിൽ തന്നെയായിരുന്നു. അതെ, അപ്പൊ അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അത് പിന്നെ ഒരു ഗവൺമെന്റ് സമരം അവസാനിപ്പിക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കുമല്ലോ, അതിനൊന്നും പ്രശ്നമൊന്നുമല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് ആണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. സമരം അവസാനിപ്പിക്കുന്നത് 8 കൊല്ലത്തിലുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് സമരം അവസാനിപ്പിക്കാൻ എന്തെല്ലാം നടപടിയുണ്ട്. ഏറ്റവും അവസാനമായി ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സമരത്തില്
മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടില്ലേ? അല്ല UDF അപ്പോൾ സ്വാഭാവികല്ലേ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പോലെ അല്ലല്ലോ ഇത്, രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു സമരമാണല്ലോ. ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിഭാഗം തൊഴിലാളികളും അതുപോലെ തന്നെ ആ ഒരു വിഭാഗവും സർക്കാരും തമ്മിലാണ്. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതില് ഈ LDF നേതാക്കൾ താങ്കളെ ബന്ധപ്പെട്ടിട്ട് എന്താണ് പറഞ്ഞത്? ഇത് അവസാനിപ്പിക്കാനായിട്ട് എന്താണ് മുന്നോട്ട് വെച്ചത്? അവർ എഴുതി തന്നിട്ടുണ്ടല്ലോ. LDF നേതാക്കൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവർ എഴുതി തന്ന ഡോക്യുമെന്റ് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുകയല്ലേ. ഒന്നാം ആവശ്യം മുഖ്യമന്ത്രി രാജിവെക്കണം, രണ്ടാം ആവശ്യം ജുഡീഷ്യൽ അന്വേഷണം വേണം, രാജിവെച്ചതിന് ശേഷം ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞത്, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് വേണം, ഇങ്ങനെ കുറെ ആവശ്യങ്ങൾ. ഇതൊന്നും അംഗീകരിക്കാതെ എന്തുകൊണ്ടാണ് അത് നിർത്താനായി? അതെന്തായിരുന്നു താങ്കൾ അത് അവരുടെ ചോദിക്കട്ടെ, ഞാൻ പറയാൻ പറ്റുമോ? അന്ന് ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം LDFന്റെ ഏതൊരു നേതാവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു. അത് വെച്ച് ചെക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത്. വല്ല വസ്തുത ഇല്ല. ഞാൻ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്യാനായിട്ടില്ല. ഇത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. മറ്റത് സൂചിപ്പിച്ച ദുസൂചന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുകയും ചെയ്തു. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ആ പൊളിറ്റിക്കൽ ഇഷ്യൂവിന് സൊല്യൂഷൻ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് അതുപോലെ ഒരു സമരം പിന്നീട് കേരളത്തിൽ ഉണ്ടായില്ലല്ലോ? LDF നേതൃത്വമാണോ എഴുതി തന്നത്? ആവശ്യങ്ങൾ എഴുതി തന്നത് LDFന്റെ ആണല്ലോ, സംസ്ഥാന നേതൃത്വം ആണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് പറയുന്ന ലെറ്റർ ഹെഡിൽ തന്നെ എഴുതി തന്നതാണ്. അതെ, അല്ല അത് സമരത്തിന് മുമ്പ്, ആ സമരത്തിന് മുമ്പ് സ്വാഭാവികമാണ്. എല്ലാ സമരത്തിനും നടക്കുമ്പോൾ അതെ, ഞാൻ അതിനെ കുറിച്ചൊന്നും ഇതിലെ തിരുവഞ്ചൂരിന്റെ സ്ട്രാറ്റജി വിജയിച്ചു എന്ന് പറയാലോ അല്ലേ? തിരുവഞ്ചൂരിന്റെ സ്ട്രാറ്റജി വിജയിച്ചു എന്ന് പറയാലോ അല്ലെ? അല്ല വേറെ കാര്യം, അതായത് എല്ലാ കാര്യങ്ങളെ കുറിച്ചും തനിക്കറിയാം, പക്ഷെ അതിപ്പോ പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? എല്ലാ നേതാക്കളും നേതാക്കളെ മോശക്കാരായി ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരു നേതാവിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയില്ല. LDF നേതാവിനെ മോശമായിട്ട് പറയുന്നതോ LDF നേതാവിനെ മോശമായിട്ട് പറയുന്നതോ ഇപ്പൊ നല്ല ഇമേജോട് കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ മോശപ്പെടുത്തുന്നതോ ഒന്നും എൻ്റെ ജോലിയിൽപ്പെട്ട കാര്യമല്ല. ഞാൻ എൻ്റെ ജോലി പറഞ്ഞാൽ അങ്ങനെ ആവുമല്ലേ? ഇല്ല, ഞാൻ എൻ്റെ ജോലിയിൽപ്പെട്ടതല്ല. പറഞ്ഞാൽ അങ്ങനെ സാധ്യതയുണ്ടല്ലേ? അതിൽ ഞാൻ തൊടുന്നില്ല. തീർന്നില്ലേ? ഒരു വേഴവട്ടത്തിൽ ഇത് കേൾക്കുന്ന അണികൾക്കും എല്ലാം സങ്കടം തോന്നും. ഏതാ ഒരു വേഴവട്ടത്തിൽ ഈ കഥകളൊക്കെ കേൾക്കുന്ന അണികൾക്ക് ഭയങ്കര സങ്കടം തോന്നും. എന്നാ പിന്നെ ഇതിനേക്കാൾ കഷ്ടമുള്ള വേറെ ചില സമരം തീർന്ന അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. വേറൊരു സമരം കൂടി കേട്ടോ. അല്ല, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഭൂസമരം ഉണ്ടായില്ലേ? എവിടെ പോയിരുന്നു ഭൂസമരം? എല്ലാവർക്കും വളഞ്ഞു കെട്ടാനായിട്ട് ആ സമരം ഇവിടെ പോയി. അത് ഇതേപോലെ ചർച്ച ചെയ്ത് അതെ, പോട്ടെ. നമ്മൾ ഇപ്പൊ ഈ വിഷയമല്ലേ സൈഡ് ലൈൻ ചെയ്യുന്നത്. ഇതിലിപ്പോ പോവുക. നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, തീർന്നു. നമുക്ക് പുറത്ത് നിന്ന് വിഷ്വൽ, വേർതിരുന്ന് വിഷ്വലും ഉണ്ടല്ലോ.